അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് സെക്കൻഡ് മോഡ്യൂളിൽ തന്നെ അടുത്ത വളരെ ഇമ്പോർട്ടൻറ്റ് ഫേമസ് അൽഗോരിതമാണ് അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിലെല്ലാം ഐഡിയ എന്ന് പറയുന്ന അടുത്ത ഒരു ബ്ലോക്ക് സിഫർ അൽഗോരിതം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ DS എന്ന് പറയുന്ന ഒരു ഫേമസ് ബ്ലോക്ക് സിഫർ അൽഗോരിതം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ബ്ലോക്ക് സിഫർ അൽഗോരിതത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എൻക്രിപ്ഷൻ പ്രോസസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിപ്റ്റോഗ്രഫി സ്കീം അപ്ലൈ ചെയ്യുന്നത് ഫോർ ഈച്ച് ആൻഡ് എവറി ബ്ലോക്ക്സ് ആണ് അല്ലേ. ഓക്കെ, ഇത്രയും ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് ബിറ്റുകൾ അടങ്ങുന്ന ഓരോ ബ്ലോക്കുകൾക്ക് മൊത്തത്തിലാണ് നമ്മൾ എൻക്രിപ്ഷൻ പ്രോസസ്സ് അപ്ലൈ ചെയ്യുന്നത്. ഇത് റിസീവർ സൈഡ് ജസ്റ്റ് ഓപ്പോസിറ്റ്, ദാറ്റ് മീൻസ് ഡീക്രിപ്ഷൻ ഓപ്പറേഷൻ ഓരോ ബ്ലോക്കുകൾക്കും അപ്ലൈ ചെയ്താണ് അവർ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് റിക്കവർ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഐഡിയയുടെ കാര്യം DS-ൻ്റെ കാര്യം എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. അടുത്ത മൂന്നാമത് പഠിക്കാനുള്ള ബ്ലോക്ക് സിഫർ അൽഗോരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ AES ആണ്, അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്. ശ്രദ്ധിക്കുക, നമ്മൾ 3 മോഡേൺ ബ്ലോക്ക് സിഫർ അൽഗോരിതംസേ നോക്കുന്നുള്ളൂ. DES, ഐഡിയ, AES 3 മോഡേൺ ബ്ലോക്ക് സിഫർ അൽഗോരിതംസേ നോക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ബ്ലോക്ക് സിഫർ അൽഗോരിതം ബേസ്ഡ് ഓൺ സിമ്മട്രിക് കൺസെപ്റ്റ്, അതായത് സിമ്മട്രിക് ബ്ലോക്ക് സിഫർ അൽഗോരിതംസേ നോക്കുന്നുള്ളൂ. സെയിം കീ വിത്ത് ഇസ് യൂസ്ഡ് ഇൻ ദ സെൻറ്റർ ആൻഡ് ദ റിസീവർ സൈഡ്. അതുപോലെ തന്നെ ബ്ലോക്ക് സിഫർ കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്ന 3 അൽഗോരിതംസേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, DES, ഐഡിയ, AES. ഓക്കെ, അപ്പോൾ നമുക്ക് AES-ൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ബ്ലോക്ക് സിഫർ അൽഗോരിതമാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബ്ലോക്ക് സൈസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 128 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. അതായത് നിങ്ങളുടെ ഒരു ബ്ലോക്ക്, ഓരോ ബ്ലോക്കിനുമാണല്ലോ നിങ്ങൾ ഈ എൻക്രിപ്ഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ ബ്ലോക്കിനും എത്രയാണ് സൈസ്? 128 ബിറ്റ് സൈസുള്ള ബ്ലോക്കുകളായിട്ടാണ് നിങ്ങളുടെ എൻ്റയർ വലിപ്പത്തിലുള്ള പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിനെ സ്പ്ലിറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. ഈച്ച് ആൻഡ് എവറി ബ്ലോക്ക് വിൽ ബി കൺസിസ്റ്റിംഗ് ഓഫ് 128 ബിറ്റ്. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കാം, ഈ പറയുന്ന 128 ബിറ്റിനെ നിങ്ങൾക്ക് ബൈറ്റ്സിൻ്റെയോ വേർഡ്സിൻ്റെയോ ടേംസിൽ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം. ഞാൻ പണ്ടേ പറയുന്നൊരു കാര്യമാണ്, നമുക്ക് 8 ബിറ്റ് എന്ന് പറയുന്നത് ഒരു ബൈറ്റാണ്, അത് സ്പെസിഫിക് ആണ്. അത് ഏത് ആപ്ലിക്കേഷനിൽ പോയാലും അതിന് മാറ്റം വരാൻ പോകുന്നില്ല. 8 ബിറ്റ് തന്നെയാണ് ഒരു ബൈറ്റ്, 4 ബിറ്റാണ് ഒരു നിബിളും. ഓക്കെ, ബട്ട് ദ തിങ് ഇസ് ദാറ്റ് നിങ്ങൾ വേർഡിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും എന്നുള്ളത് ഇറ്റ് ക്യാൻ വേരി ബേസ്ഡ് ഓൺ വേരിയസ് ആപ്ലിക്കേഷൻസ്. ചേഞ്ച് ചെയ്യാം. ഓക്കെ, എത്രത്തോളം ബിറ്റാണ് ഒരു വേർഡായിട്ട് എടുക്കേണ്ടതെന്നുള്ളത് നമുക്കൊരിക്കലും സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. എല്ലാ ആപ്ലിക്കേഷനും ഒരുപോലെയാണെന്നുള്ളത് ഒരിക്കലും സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ചേഞ്ച്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു വേർഡ് എന്ന് പറയുന്നത് 32 ബിറ്റായിട്ടാണ് എടുക്കുന്നത്. ഒരു വേർഡ് എന്ന് പറയുന്നത് 32 ബിറ്റാണ്. അപ്പോൾ ഈ 128 ബിറ്റിനെ വേണമെങ്കിൽ 4 വേർഡായിട്ട്, ബിക്കോസ് 4 × 32 ആണ് എന്ത് 128 ബിറ്റ്. അല്ലെങ്കിൽ ബൈറ്റിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ 16 ബൈറ്റ്, കാരണം ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ്. അപ്പോൾ 16 × 8 ആണ് എന്ത് 128. അപ്പോൾ 4 × 32 ആണ് 128. അപ്പോൾ അതുകൊണ്ടാണ് 4 വേർഡ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 16 ബൈറ്റ്, 16 × 8 ആണ് 128 ബിറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് 16 ബൈറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ AES വെച്ചാണ് ക്രിപ്റ്റോഗ്രഫി അപ്ലൈ ചെയ്യാൻ പോകുന്നതെങ്കിൽ, എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ചെയ്യാൻ പോകുന്നതെങ്കിൽ, എത്ര വലിപ്പമുള്ള പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് ആണെങ്കിലും നിങ്ങൾ ബ്ലോക്കായിട്ട് ഇതിനെ സ്പ്ലിറ്റപ്പ് ചെയ്യുമ്പോൾ ഈച്ച് ആൻഡ് എവറി ബ്ലോക്കിന് എത്ര മാത്രമേ സൈസ് ഉണ്ടാകാൻ പാടുള്ളൂ? 128 ബിറ്റ് സൈസുള്ള ബ്ലോക്കായിട്ട് നിങ്ങൾ ഇതിനെ സ്പ്ലിറ്റപ്പ് ചെയ്യണം. അല്ലെങ്കിൽ 4 വേർഡ് അടങ്ങുന്ന ബ്ലോക്ക് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം, അല്ലെങ്കിൽ 16 ബൈറ്റ്സ് അടങ്ങുന്ന ബ്ലോക്ക് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ബിറ്റ്, ബൈറ്റ്, വേർഡ് റെപ്രസെൻറ്റേഷൻ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ഈച്ച് ആൻഡ് എവറി ബ്ലോക്ക് എത്രത്തോളമാണ് സൈസ്? 128 ബിറ്റാണ്. അപ്പോൾ നാച്ചുറലി നിങ്ങളുടെ സിഫർ ടെക്സ്റ്റ് ബ്ലോക്കും, ദാറ്റ് മീൻസ് എൻക്രിപ്ഷൻ പ്രോസസ്സ് എല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ഈ സിഫർ ടെക്സ്റ്റ് ബ്ലോക്കും, ആ സിഫർ ടെക്സ്റ്റ് ബ്ലോക്കാണല്ലോ നെറ്റ്വർക്കിൽ കൂടെ പാസ് ചെയ്ത് റിസീവറിൻ്റെ കയ്യിൽ എത്തേണ്ടത്. ആ സിഫർ ടെക്സ്റ്റ് ബ്ലോക്കും എത്ര തന്നെയായിരിക്കും സൈസ്? 128 ബിറ്റ് സൈസ്, അല്ലെങ്കിൽ 4 വേർഡ്സ്, അല്ലെങ്കിൽ 16 ബൈറ്റ്സ് തന്നെയായിരിക്കും സൈസ്. ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ ഇടയിൽ വരുന്ന കാര്യങ്ങൾ, ദാറ്റ് മീൻസ് എൻക്രിപ്ഷൻ പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പറയേണ്ട കാര്യമുണ്ട്. എത്ര റൗണ്ടുകൾ ഉണ്ടാവും നമ്മുടെ ഈ AES-ൽ? ശ്രദ്ധിക്കുക, AES DS പോലെ ഒരു ഫിയസ്റ്റൽ സ്ട്രക്ചർ അല്ല ഫോളോ ചെയ്യുന്നതെങ്കിലും നമുക്കൊരു സ്പെസിഫിക് നമ്പർ ഓഫ് റൗണ്ടിനെ പറ്റി പറയണം. ഓക്കെ, എത്ര റൗണ്ടുകളിലൂടെ കൂടിയാണ് ഇത് കടന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് DS-ൻ്റെ കാര്യത്തിൽ നമുക്കറിയാം എത്ര റൗണ്ട് ഉണ്ടായിരുന്നു, 16 റൗണ്ട്സ് ഉണ്ടായിരുന്നു അല്ലേ. ഐഡിയയിലാണെങ്കിലോ 10 റൗണ്ടാണ് ഉണ്ടായിരുന്നത്. അപ്പം അതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പം ഇവിടുത്തെ കാര്യത്തിൽ നമ്പർ ഓഫ് റൗണ്ട്സ് എന്ന് പറയുന്നത് 10 റൗണ്ട്സ് ആണ്. ഓക്കെ, അപ്പം ഒരു കാരണവശാലും തിരിഞ്ഞു പോകാതെ പഠിക്കണം. DS, ഐഡിയ, AES ഈ 3 അൽഗോരിതംസും എത്ര നമ്പർ ഓഫ് റൗണ്ട് ഉണ്ട്, ഓരോ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിൻ്റെ ബ്ലോക്കിൻ്റെ സൈസ് എത്രയാണ് ഓരോ അൽഗോരിതംസിലും. അപ്പോൾ അതെല്ലാം തിരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് എവിടെയെങ്കിലും എഴുതിയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ AES-ൻ്റെ കേസിൽ എത്ര നമ്പർ ഓഫ് റൗണ്ട്സ് ആണുള്ളത്? 10 റൗണ്ട്സ് ആണ്. ശ്രദ്ധിക്കുക, 10 റൗണ്ട് എന്നുള്ളത്
ഡെഫിനറ്റായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ഇവിടെ നമ്മൾ പഠിക്കുന്നത് 10 റൗണ്ട് ആണെങ്കിലും വേണമെങ്കിൽ നമുക്ക് 12 റൗണ്ടോ 14 റൗണ്ടോ യൂസ് ചെയ്യാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ് ഓഫ് കീ യു ആർ യൂസിങ് ഫോർ എൻക്രിപ്ഷൻ പർപ്പസ്. ഒന്നുകൂടെ പറഞ്ഞു തരാം, നമ്മൾ തീർച്ചയായിട്ടും എൻക്രിപ്ഷൻ പർപ്പസിന് കീ യൂസ് ചെയ്യുമല്ലോ. ആ കീയുടെ സൈസ് അനുസരിച്ചാണ് ശരിക്കും നമ്പർ ഓഫ് റൗണ്ട് എത്രത്തോളം വേണം എന്നുള്ളത് ശരിക്കും AESൽ പറയുന്നത്. ഇവിടെ നമ്മുടെ കീയുടെ സൈസ് 128 ബിറ്റ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ 10 റൗണ്ടിൽ ഒതുക്കുന്നത് നമ്മുടെ ജോലി. പക്ഷേ ഈ പറയുന്ന 128 ബിറ്റ് സൈസുള്ള കീയെ പകരം 192 ബിറ്റ് സൈസുള്ള ഒരു കീ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്പർ ഓഫ് റൗണ്ട്സ് 12 റൗണ്ട്സ് ആവും. ഓക്കെ, അതേസമയം കീയുടെ സൈസ് 256 ആവുകയാണെങ്കിൽ നമ്മുടെ നമ്പർ ഓഫ് റൗണ്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് 14 റൗണ്ട് ആവും. ഓക്കെ, അപ്പോൾ 128 ബിറ്റ് ആയതുകൊണ്ട് 10 റൗണ്ട്, 192 ബിറ്റ് സൈസുള്ള കീ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 12 റൗണ്ട്സ്, 256 സൈസുള്ള കീ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 14 റൗണ്ട്സ്. അപ്പോൾ ഫോർ സിംപ്ലിസിറ്റി നമ്മളിപ്പോൾ എന്തേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ, 10 റൗണ്ടാണ് നമ്മുടെ പ്രോസസ്സ്, എൻ്റെ പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ട് 10 റൗണ്ട് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര സൈസുള്ള കീയെ യൂസ് ചെയ്യുന്നുള്ളൂ, 128 ബിറ്റ് സൈസുള്ള കീ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ 128 ബിറ്റ് സൈസുള്ള കീയെയും നമുക്ക് വേർഡ്സിൻ്റെയും ബൈറ്റ്സിൻ്റെയും ടേംസിൽ എഴുതാം. ദാറ്റ് മീൻസ് 16 ബൈറ്റ് അല്ലെങ്കിൽ 4 വേർഡ്സ് എന്ന് എഴുതാം. ജസ്റ്റ് എഴുതാം, അത് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി 10 റൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എത്ര സബ് കീസ് വേണ്ടി വരും, നമുക്ക് 44 സബ് കീസ് വേണം. എന്തെന്ന് വെച്ചാൽ 10 റൗണ്ടാണുള്ളത്, ഓരോ റൗണ്ടിലും 4 സബ് കീ വീതം വേണം. ശ്രദ്ധിക്കുക, ഓരോ റൗണ്ടിലും 4 സബ് കീ വീതം വേണം. പക്ഷേ ഈ 4 സബ് കീ വീതം ഓരോ റൗണ്ടിലും യൂസ് ചെയ്യുവാണെങ്കിൽ ഇൻ ടോട്ടൽ നമുക്ക് 10 റൗണ്ട്സ് ആണുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് സബ് കീസ് എത്ര വേണ്ടി വരും, 40 സബ് കീസ് ആണ് വേണ്ടി വരുന്നത്. പക്ഷേ ഈ 4ാമത്തെ സബ് കീ 4 സബ് കീസ് അഡീഷണലി വന്നിട്ടുണ്ട് അല്ലേ. നമ്പർ ഓഫ് സബ് കീസിന് എത്രയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, 44 സബ് കീസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എവിടെ വന്നു 44 എന്ന് പറയുന്ന ആ 4 നമ്പർ ഓഫ് സബ് കീസ് അഡീഷണൽ ആയിട്ട് എവിടെയാണ് വന്നത്, എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 റൗണ്ടിൽ ഒന്നാമത്തെ റൗണ്ട് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു പ്രീ റൗണ്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നൊരു സ്റ്റെപ്പ് ഉണ്ട്. പ്രീ റൗണ്ട് ട്രാൻസ്ഫോർമേഷൻ. ഈ പ്രീ റൗണ്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, 4 സബ് കീ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് 10 റൗണ്ടിൽ ഓരോ റൗണ്ടിലും 4 സബ് കീ വീതം യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ റൗണ്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ പ്രീ റൗണ്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നൊരു സ്റ്റെപ്പ് ഉണ്ട്, അവിടെയും ഈ 4 സബ് കീ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം 10 റൗണ്ടിൽ 4 സബ് കീ വീതം 40 സബ് കീസ് അതിന് ടോട്ടൽ യൂസ് ചെയ്യുന്നുണ്ട്. പ്ലസ് ഒരു 4 സബ് കീ എവിടെ യൂസ് ചെയ്യുന്നുണ്ട്, പ്രീ റൗണ്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 44 നമ്പർ ഓഫ് സബ് കീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഓരോ സബ് കീയുടെയും സൈസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, 32 ബിറ്റ് മാത്രമാണ്. അതായത് ഒരു വേർഡ്. ഓക്കെ, ഒരു വേർഡ് അല്ലെങ്കിൽ നമുക്ക് എത്ര ബൈറ്റ് എന്ന് പറയാം, 4 ബൈറ്റ്. അപ്പോൾ ഒരു വേർഡ് അല്ലെങ്കിൽ 32 ബിറ്റ് അടങ്ങുന്ന സബ് കീ ആണ് ഓരോ സബ് കീയുടെയും സൈസ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 സബ് കീ നിങ്ങൾ ഓരോ റൗണ്ടിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, ശ്രദ്ധിച്ചിരുന്ന് കേട്ടാൽ മാത്രമേ ഇതൊക്കെ മനസ്സിലാവത്തുള്ളൂ. ശ്രദ്ധിക്കുക, നമുക്ക് ഓരോ റൗണ്ടിലും 4 സബ് കീ ഉണ്ട്. അതിൽ ഒരു സബ് കീയുടെ സൈസ് 32 ബിറ്റ് ആണെങ്കിൽ 4 സബ് കീയും കൂടെ ചേർന്ന് എത്ര സൈസ് ആവും, 32 × 4 128 ബിറ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 128 ബിറ്റ് സൈസുള്ള 4 സബ് കീസും കൂടെ ചേർന്ന ഒരു കീ സ്ട്രക്ചറാണ് നിങ്ങൾ ഓരോ റൗണ്ടിലും കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഓരോ റൗണ്ടിലും 4 സബ് കീസ് വീതം കൊടുക്കുന്നുണ്ട്. പ്രീ റൗണ്ട് കാൽക്കുലേഷന് വേണ്ടിയും 4 സബ് കീ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി അറിഞ്ഞ് വെച്ചിരിക്കുക, എന്നാൽ മാത്രമേ ഇതിനകത്ത് നടക്കുന്ന എൻ്റയർ പ്രോസസ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ്സിലോട്ട് നമുക്ക് പോകാം. അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന AES ആക്ച്വലി ഡെവലപ്പ് ചെയ്തത് റിച്ച്മാൻ ഡെയ്മാൻ ബെൽജിയത്തിൽ നിന്നാണ് ഇത് ഇൻവെൻറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്തത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എത്രയൊക്കെ ബിറ്റ് സൈസുള്ള കീസ് യൂസ് ചെയ്യാം, 128 192 അല്ലെങ്കിൽ 256 നമ്പേഴ്സ് ഓഫ് കീസ് യൂസ് ചെയ്യാം, ബിറ്റ് സൈസുള്ള കീസ് യൂസ് ചെയ്യാം. അതിനനുസരിച്ചാണ് എത്രത്തോളം റൗണ്ടുകൾ നിങ്ങൾ അണ്ടർഗോ ചെയ്യണം എന്നുള്ളത് AESൽ പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഇതൊരു ഫിയസ്റ്റൽ സ്ട്രക്ചർ അല്ല ഫോളോ ചെയ്യുന്നത്. നമ്മൾ DSലൊക്കെ ഫിയസ്റ്റൽ സ്ട്രക്ചർ ആയിരുന്നു. ഓർമ്മയുണ്ട് ഒരു ഫിയസ്റ്റൽ സ്ട്രക്ചർ, നമ്മളൊരു പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിനെ ലെഫ്റ്റ് ഹാഫും റൈറ്റ് ഹാഫും ആയിട്ട് ഡിവൈഡ് ചെയ്യും. റൈറ്റ് ഹാഫിലായിരിക്കും കുറേയൊക്കെ ഓപ്പറേഷൻസ് ചെയ്യുന്നത്. ഓപ്പറേഷൻസ് ഒരു റൗണ്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ അടുത്ത റൗണ്ടിൽ ലെഫ്റ്റ് ഹാഫായിട്ട് മാറും. പ്രീവിയസ് റൗണ്ടിലെ ലെഫ്റ്റ് ഹാഫ് ആയിരിക്കും സെക്കൻഡ് റൗണ്ടിൽ റൈറ്റ് ഹാഫായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷിഫ്റ്റ് ചെയ്ത് സ്വാപ്പ് ചെയ്തൊക്കെ ആയിരുന്നു ഫിയസ്റ്റൽ സ്ട്രക്ചറിൽ ചെയ്തിരുന്നത്. അതേസമയം AES ഫിയസ്റ്റൽ സ്ട്രക്ചർ ആണെന്ന് പറയുന്നേക്കാൾ ബെറ്റർ ഒരു ഐട്രേറ്റീവ് മാനർ ഫോളോ ചെയ്യുന്ന ഒരു അൽഗോരിതമാണ് AES. ഓക്കെ, അത് മാത്രമല്ല സബ്സ്റ്റിറ്റ്യൂഷൻ പെർമ്യൂട്ടേഷൻ നെറ്റ്വർക്ക് അനുസരിച്ചാണ് ഇത് ഫോളോ ചെയ്യുന്നത്. അതായത് പല കാര്യങ്ങളിലും സബ്സ്റ്റിറ്റ്യൂഷനും ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളിലും പെർമ്യൂട്ടേഷൻ ചെയ്യുന്നുണ്ട്. ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ പുരാതനമായി കൺവെൻഷനലി യൂസ് ചെയ്ത കുറേ അൽഗോരിതംസ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്സ് ഉണ്ടായിരുന്നു, ട്രാൻസ്പോസിഷൻ മെത്തേഡ്സ് ഉണ്ടായിരുന്നു. സീസർ സിഫർ, ഹിൽ സിഫർ, വെർണം സിഫർ, ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്സ് ആയിരുന്നു. അതേസമയം സെക്കൻഡ് റെയിൽഫെൻ സിഫർ, ഡബിൾ ട്രാൻസ്പോസിഷൻ സിഫർ,
റോ ട്രാൻസ്പോസിഷൻ സിഫർ അങ്ങനെയൊക്കെ പറയുന്ന കുറേ സംഭവം, കോളന്ന ട്രാൻസ്പോസിഷൻ സിഫർ, ഇതൊക്കെ എന്തായിരുന്നു? ട്രാൻസ്പോസിഷൻ മെത്തേഡ്സ് ആയിരുന്നു, അല്ലെങ്കിൽ അതിനെ വേറെ വിളിക്കാവുന്ന പേര് പെർമ്യൂട്ടേഷൻ മെത്തേഡ്സ് ആയിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഒന്നുകിൽ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ട്രാൻസ്പോസിഷൻ, അല്ലെങ്കിൽ ഈ ട്രാൻസ്പോസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമ്യൂട്ടേഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രമേ പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതേസമയം ഇനി മോഡേൺ ആയിട്ട് വരുന്ന നെറ്റ്വർക്ക്സ് ഒക്കെ എന്ത് ചെയ്തിരുന്നു? രണ്ടിനും കൂടെ കമ്പൈൻഡ് എഫേർട്ട് എങ്ങനെയെങ്കിലും കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അതാണ് SP നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ പെർമ്യൂട്ടേഷൻ നെറ്റ്വർക്ക്സ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന അൽഗോരിതംസിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞു തന്നതാണ്. പിന്നെ ഇവരെ ഏത് രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റെസിസ്റ്റൻറ്റ് എഗൻസ്റ്റ് നോൺ അറ്റാക്സ്. ഒരു പരിധി വരെ ഇതുവരെയും അറിയപ്പെട്ടിരുന്ന അറ്റാക്കുകൾക്കെതിരെ എല്ലാം ഈ പറയുന്ന AES അൽഗോരിതം വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരെ പ്രതിരോധിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സ്പീഡും കോഡ് കോമ്പാക്ട്നെസ് ഓൺ മെനി CPUs, അതായത് സ്പീഡിൻ്റെ കാര്യത്തിലായാലും കോഡ് കമ്പാക്ട്നെസ് എന്ന കാര്യത്തിലായാലും എല്ലാം വളരെയധികം ഏതൊരു പ്രോസസ്സറിലായാലും വളരെയധികം ഫ്ലെക്സിബിളായിട്ട് നമുക്കിതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിസൈൻ സിംപ്ലിസിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം എങ്ങനെയാണ് AES വർക്ക് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഈ AES എന്ന് പറയുന്ന അൽഗോരിതം മൊത്തത്തിൽ ചോദിക്കാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, മൊത്തത്തിൽ ചോദിക്കാനുള്ള ചാൻസ് ഇല്ല, ബിക്കോസ് ഇറ്റ് ഈസ് എ വെരി വെരി ലെങ്തി ടോപ്പിക്. അതായത് ഇതിനകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട്, ഒരുപാട് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് നടക്കുന്നുണ്ട്. ഒറ്റ സ്റ്റെപ്പിലൊന്നും തീർക്കാവുന്ന കാര്യങ്ങളല്ല ഇവർ ഈ പറയുന്ന അൽഗോരിതത്തിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കാരണം അവർക്ക് അത്രയും ഡേറ്റ സെക്യൂർ ആക്കാൻ വേണ്ടിയുള്ള എൻഷുറിറ്റി ചെയ്യണം, ഒരു കൺഫർമേഷൻ കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് സീക്വൻസ് ഓഫ് സ്റ്റെപ്സിനകത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം ചോദിക്കുന്നത് ഷോർട്ട് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടായിരിക്കും ചോദിക്കുന്നത്. അതായത് എക്സ്പ്ലെയിൻ ദ വേരിയസ് ഫീച്ചേഴ്സ് ഓഫ് AES, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതുക. അതിനുശേഷം ചോദിക്കുന്നത് ചിലപ്പോൾ എങ്ങനെ ആയിരിക്കും, എക്സ്പ്ലെയിൻ ദ റൗണ്ട് ട്രാൻസ്ഫോർമേഷൻ ഓഫ് AES, ഒരു റൗണ്ടിൽ എന്ത് നടക്കുന്നു. എക്സ്പ്ലെയിൻ ദ കീ ജനറേഷൻ ഓഫ് AES, കീ എങ്ങനെയാണ് AESൽ ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും സ്വാഭാവികമായിട്ടും AESൽ ചോദിക്കുന്നത്. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ് ഓഫ് AES. അപ്പം ഈ AES മൊത്തത്തിൽ പഠിച്ചിരുന്നാൽ മാത്രമേ ഇതിനെ റിലേറ്റ് ചെയ്ത് ഷോർട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു അൽഗോരിതമാണ് AESും DSും ID എല്ലാം. ഓക്കെ, മനസ്സിലാക്കി പഠിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ AES എന്ന് പറയുന്ന അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 അല്ല 4 ഡേറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യണം. 3 ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ് ശരിക്കും, നമുക്ക് വേണമെങ്കിൽ 4 എന്നുള്ള രീതിയിൽ സ്പെസിഫൈ ചെയ്യാം. 4 ഡേറ്റ സ്ട്രക്ചേഴ്സ് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ യൂസ് ചെയ്യണം. ഒന്നാമത്തെ ഡേറ്റ സ്ട്രക്ചർ എന്താണ്? ഇൻപുട്ട് അറേ. അതായത് ഇൻപുട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അറേയാണ് എന്ത്? ഇൻപുട്ട് അറേ. സ്റ്റേറ്റ് അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ്. ദാറ്റ് മീൻസ് ഞാൻ പറഞ്ഞു നമുക്ക് 10 റൗണ്ട് ഉണ്ട്. ഈ 10 റൗണ്ടിലും ഒരുപാട് സ്റ്റെപ്പുകൾ അതിൻ്റെ ഇടയിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് നിന്ന് വരുന്ന ഓരോ റിസൾട്ടും ഇൻ്റർമീഡിയറ്റ് റിസൾട്ടാണ്, ഫൈനൽ റിസൾട്ട് അല്ല, ഫൈനൽ ഔട്ട്പുട്ട് അല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് സ്റ്റോർ ചെയ്യാൻ നമുക്ക് കറസ്പോണ്ടിങ് അറേ വേണം. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റേറ്റ് അറേ. മൂന്നാമത് ഏത് അറേയാണ് വേണ്ടത്? ഔട്ട്പുട്ട് അറേ. ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഡേറ്റ സ്ട്രക്ചറാണ് എന്ത്? ഔട്ട്പുട്ട് അറേ. അടുത്ത കീയുടെ കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടി കീ ആൻഡ് എക്സ്പാൻഡഡ് കീ ഡേറ്റ സ്ട്രക്ചർ. അതായത് കീയുടെ കാര്യങ്ങളും അതിൻ്റെ കീ എക്സ്പാൻഡഡ് കീ സ്റ്റോർ ചെയ്യാനും നമുക്ക് കീ അറേയുണ്ട്, എക്സ്പാൻഡഡ് കീ അറേയുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലാക്കാം. ശ്രദ്ധിച്ചേ, ആദ്യം ഞാൻ കാണിച്ചിരിക്കുന്നത് ഓക്കെ IN0, IN1, IN2, IN3 എല്ലാം കോളം ബൈ കോളമാണ് സാധാരണഗതിയിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാറ്. എല്ലാം റോ ബൈ റോയ്ക്ക് പകരം കോളം ബൈ കോളമായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം IN0, IN1, IN2, IN3, IN4, N5, N6 ഇതെല്ലാം എന്താണെന്ന് അറിയാമോ? ഇത് ഇൻപുട്ട് അറേയാണ്. ഇൻപുട്ട് അറേ ആദ്യം കാണിച്ചിരിക്കുന്നത് ഇൻപുട്ട് അറേയാണ്. അപ്പം ഞാൻ നേരത്തെ തന്നെ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, AES എന്ന് പറയുന്ന അൽഗോരിതം അല്ലേ, ഒരു ബ്ലോക്കിൻ്റെ സൈസ് എത്രയാണെന്ന് പറഞ്ഞു? 128 ബിറ്റ് സൈസുള്ള ബ്ലോക്ക് സൈസാണ് നമ്മൾ AESൽ കൺസിഡർ ചെയ്യുന്നത്. നിങ്ങളുടെ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ ബ്ലോക്കിൻ്റെ സൈസ് എത്രയാണ്? 128 ബിറ്റ്. അതായത് നിങ്ങളുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? 128 ബിറ്റ് സൈസുള്ള ഒരു പ്ലെയിൻ ടെക്സ്റ്റാണ്. ഈ 128 ബിറ്റ് സൈസുള്ള പ്ലെയിൻ ടെക്സ്റ്റിലാണ് നിങ്ങൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഏത് രൂപത്തിൽ? ഈ ഇൻപുട്ട് അറേയിൽ സ്റ്റോർ ചെയ്യുന്ന രൂപത്തിലാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ 128 ബിറ്റ് സൈസ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു അറയാണ് ഇത്രയും. അതിൽ IN0 എന്ന് പറയുന്നത് 8 ബിറ്റ്, IN1 എന്ന് പറയുന്നത് 8 ബിറ്റ്, IN2 8 ബിറ്റ്, IN3 8 ബിറ്റ്. അപ്പം ആ ഒരൊറ്റ കോളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 32 ബിറ്റ് വരുന്നുണ്ട്. അതേപോലെ രണ്ടാമത്തെ കോളം നോക്കിക്കഴിഞ്ഞാൽ 32 ബിറ്റ്, മൂന്നാമത്തെ കോളം നോക്കിക്കഴിഞ്ഞാൽ 32 ബിറ്റ്, നാലാമത്തെ കോളം കഴിഞ്ഞാൽ 32 ബിറ്റ്. അപ്പം ശരിക്കും 32 × 4 ചെയ്താൽ എത്ര കിട്ടും? 128 ബിറ്റ്. അപ്പം നിങ്ങളുടെ 128 ബിറ്റ് സൈസുള്ള പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്ക് എങ്ങനെ ഈ ഇൻപുട്ട് അറേക്കകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു തീർച്ചയായും നമുക്ക് എന്ത് വേണം?
ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയാണ് സ്റ്റേറ്റ് അറേ യൂസ് ചെയ്യുന്നത്. ആ സ്റ്റേറ്റ് അറേയാണ് ഞാൻ ഇതിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, S00, S10, S20, S30 എന്നൊക്കെ പറഞ്ഞ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് 128 ബിറ്റ് സൈസ് ഉള്ളതായിരിക്കും. അതിനെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് വിളിക്കാൻ പറ്റില്ല, ജസ്റ്റ് ഇൻ്റർമീഡിയറ്റ് ഔട്ട്പുട്ടാണ്. അപ്പം അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റേറ്റ് അറേസ് യൂസ് ചെയ്യുന്നത്. അപ്പം അതും എങ്ങനെ വരും? ഈ S00 എന്ന് പറയുന്ന 8 ബിറ്റ്, അടുത്ത 8 ബിറ്റ് S10, അടുത്ത 8 ബിറ്റ് S20, അടുത്ത 8 ബിറ്റ് S30. അപ്പം ആ എൻ്റയർ കോളത്തിൽ 32 ബിറ്റ് കിട്ടി. രണ്ടാമത്തെ കോളത്തിലും 32 ബിറ്റ്, മൂന്നാമത്തെ കോളത്തിലും 32 ബിറ്റ്, ഫോർത്ത് കോളത്തിലും 32 ബിറ്റ്. അങ്ങനെ 128 ബിറ്റ് സൈസുള്ള ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സും ഈ സ്റ്റേറ്റ് അറേയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഔട്ട്പുട്ട് അറേയാണ് അല്ലേ. ഔട്ട്പുട്ട് അറേ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അറേയാണ് ഔട്ട്പുട്ട് അറേ. ഈ ഔട്ട്പുട്ട് അറേയും ഇതുപോലെ തന്നെ 128 ബിറ്റ് സൈസുള്ള സിഫർ ടെക്സ്റ്റ് ആണ് എനിക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടേണ്ടത്. അതും 128 ബിറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യണം? 4 റോയും 4 കോളവും അടങ്ങുന്ന ഒരു വലിയ അറേ തന്നെ വേണ്ടി വരും. ഇൻ വിച്ച് ഈച്ച് ആൻഡ് എവറി സെൽ വിൽ ബി ഏബിൾ ടു അക്കോമഡേറ്റ് 8 ബിറ്റ് ഓഫ് ഡേറ്റ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ആദ്യത്തേൽ 8 ബിറ്റ്, താഴെ കിടക്കുന്നതിൽ 8 ബിറ്റ്, മൂന്നാമത്തെ റോയിലും 8 ബിറ്റ്, നാലാമത്തെ. അപ്പോൾ ആദ്യത്തെ കോളം എടുത്താൽ തന്നെ നമുക്ക് 32 ബിറ്റ് കിട്ടും. രണ്ടാമത്തെ കോളത്തിലും 32 ബിറ്റ്, തേർഡ് കോളത്തിലും 32 ബിറ്റ്, ഫോർത്ത് കോളത്തിലും 32 ബിറ്റ്. അങ്ങനെ എൻ്റയർലി നമുക്ക് 128 ബിറ്റ് സൈസുള്ള സിഫർ ടെക്സ്റ്റ് ബ്ലോക്ക് ഈ തന്നിരിക്കുന്ന അറേക്കകത്ത്, ഔട്ട്പുട്ട് അറേക്കകത്ത് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതാണ് ഇൻപുട്ട് അറേ, സ്റ്റേറ്റ് അറേ, ഔട്ട്പുട്ട് അറേ. ഇനി അടുത്ത കീയുടെ കാര്യം വരുമ്പോൾ ഞാൻ പറഞ്ഞു കീ അറേയുണ്ട്, എക്സ്പാൻഡഡ് കീ അറേയുണ്ട് അല്ലേ. അപ്പോൾ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞു 128 ബിറ്റ് സൈസ് തന്നെയാണ് എൻ്റെ കീക്ക് അല്ലേ. 128 ബിറ്റ് തന്നെയാണ് എൻ്റെ കീ. പക്ഷേ ഈ തന്നിരിക്കുന്ന 128 ബിറ്റ് സൈസുള്ള കീയെ അതേപോലെ അല്ല ഓരോ റൗണ്ടിനും വേണ്ടി സബ് കീസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിന് ഓരോ തവണയും പല ജോലികൾ, പല ഓപ്പറേഷൻസ് അതിനകത്ത് തന്നെ പെർഫോം ചെയ്തിട്ട് 44 നമ്പർ ഓഫ് സബ് കീസാണ് നമ്മൾ ഓരോ തവണയും ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു തവണ യൂസ് ചെയ്യുന്ന സബ് കീ ഒരു കാരണവശാലും പിന്നെ ഒരു രീതിയിലും എവിടെയും യൂസ് ചെയ്യത്തില്ല. ഓക്കെ, ആ രീതിയിലായിരിക്കും ഇവരിതിനെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്നത് ശരിക്കും നിങ്ങളുടെ കീ അറേയാണ്. ഓക്കെ, അതായത് K0, K1, K2, K3. അപ്പോൾ ഈ K0 എന്ന് പറയുന്ന 8 ബിറ്റ്, K1 എന്ന് പറയുന്ന 8 ബിറ്റ്, K2, K3 എന്നൊക്കെ പറയുന്ന 8 ബിറ്റാണ്. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ തന്നെ എനിക്ക് 32 ബിറ്റ് കിട്ടി. അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് 128 ബിറ്റ് സൈസുള്ള കീ ആണ്, ഒരു കീ അറേയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? എക്സ്പാൻഡഡ് കീ ഫോർമാറ്റ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് കോളം എൻ്റയർലി എടുത്തു കഴിഞ്ഞാൽ 32 ബിറ്റ് സൈസുള്ള ഒരു എക്സ്പാൻഡഡ് കീ നിങ്ങൾക്ക് കിട്ടും. ശരിക്കും 32 ബിറ്റ് എന്ന് പറയുന്നത് ഒരു വേർഡിന് ഇക്വലൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എഴുതിയിരിക്കുന്നത് W0 എന്ന് പറയുന്ന ഫസ്റ്റ് വേർഡെന്ന് എഴുതിയിരിക്കുന്നത്. സെക്കൻഡ് കോളം മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ 32 ബിറ്റുള്ള അടുത്ത ഒരു എക്സ്പാൻഡഡ് വേർഡ് കിട്ടും, അല്ലെങ്കിൽ എക്സ്പാൻഡഡ് കീ കിട്ടും. അതാണ് W1. മൂന്നാമത്തെ കോളം മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതും എന്താണ്? ഒരു വേർഡാണ്. അതാണ് എക്സ്പാൻഡഡ് കീ W2. അപ്പോൾ അങ്ങനെ നമ്മൾ എക്സ്പാൻഡഡ് കീ ഫോർമാറ്റിലാണ് ഇതിനെയൊക്കെ പ്രോസസ്സിങ് ചെയ്യിപ്പിക്കുന്നത് ഇൻ ഈച്ച് ആൻഡ് എവറി റൗണ്ട്. അപ്പോൾ എന്താണ് കീ അറേ, എക്സ്പാൻഡഡ് കീ അറേ എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പം ഇത്രയും ഡേറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? AES പല ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നതിൻ്റെ അക്കോമഡേഷൻ കാര്യമായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ശരിക്കും നടക്കുന്നതെന്നുള്ളത് നോക്കാം. ശ്രദ്ധിക്കുക, 128 ബിറ്റ് സൈസ്, നിങ്ങളൊന്ന് ഫിഗർ നോക്കുക. 128 ബിറ്റ് സൈസുള്ള പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്ക്. ഓക്കെ, ആദ്യം റൗണ്ട് 1 മുതൽ റൗണ്ട് 10 വരെയാണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ഞാൻ ഫോർ സിംപ്ലിസിറ്റി റൗണ്ട് 10 വരെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ റൗണ്ട് 1 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു പ്രീ റൗണ്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നൊരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പിൽ ഒരു സർട്ടൺ നമ്പർ ഓഫ് ഓപ്പറേഷൻ, സർട്ടൺ നമ്പർ ഓഫ് ടാസ്കുകൾ പെർഫോം ചെയ്യും. അതിനുശേഷമാണ് റൗണ്ട് 1 പോകുന്നത്. പിന്നെ റൗണ്ട് 2, റൗണ്ട് 3 എക്സെട്ര റൗണ്ട് N. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ 10 ആണെങ്കിൽ റൗണ്ട് 10 വരെ പോകും. ഓക്കെ, അതിനുശേഷം റൗണ്ട് 10 നിന്നും കിട്ടുന്നതായിരിക്കും നമ്മുടെ സിഫർ ടെക്സ്റ്റ് ബ്ലോക്ക്, 128 ബിറ്റ് സൈസുള്ള സിഫർ ടെക്സ്റ്റ് ബ്ലോക്ക്. അപ്പോൾ ശ്രദ്ധിക്കുക, ഓരോ തവണയും നമുക്ക് സബ് കീസ് വേണം എന്ന് പറഞ്ഞു അല്ലേ. എത്ര സബ് കീസ് വേണം? 4 വേർഡ് സൈസുള്ള സബ് കീസ് വേണം. അതായത് 4 സബ് കീസാണ് വേണ്ടത്. ഓരോ സബ് കീസിൻ്റെ സൈസ് എത്രയാണെന്ന് പറഞ്ഞു? 32 ബിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് 32 × 4 ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 128 ബിറ്റ് സൈസുള്ള സബ് കീസാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 128 ബിറ്റ് സൈസുള്ള സബ് കീ നമ്മൾ പ്രീ റൗണ്ട് ട്രാൻസ്ഫോർമേഷന് കൊടുക്കുന്നു. 128 ബിറ്റ് സൈസുള്ള അടുത്ത സബ് കീ നമ്മൾ റൗണ്ട് 1 കൊടുക്കുന്നു. 128 ബിറ്റ് സൈസുള്ള സബ് കീ റൗണ്ട് 2 കൊടുക്കുന്നു. അങ്ങനെ എത്ര നമ്പർ ഓഫ് റൗണ്ട്സ് ഉണ്ടോ, 10, 12, 14 ഉണ്ടാവാം. നമ്മളിവിടെ 10 ആണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ റൗണ്ട് 10 128 ബിറ്റ് സൈസുള്ള സബ് കീ കൊടുക്കുന്നു. അപ്പോൾ അതിന് വേണ്ടി കീ എക്സ്പാൻഷൻ അല്ലെങ്കിൽ കീ കറസ്പോണ്ടിംഗ്ലി പ്രൊവൈഡ് ചെയ്യാൻ അതിൻ്റെ കറസ്പോണ്ടിങ് മാനേജ്മെൻറ്റ് യൂണിറ്റ് ഉണ്ട്, കീ മാനേജ്മെൻറ്റ് യൂണിറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇത്രയും നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി ശരിക്കും എന്താണ് ഇതിനകത്ത് നടക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ,
അപ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്നത് നോക്കാം. പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് 128 ബിറ്റ് സൈസുള്ളൊരു പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ, റൗണ്ട് 1 തുടങ്ങുന്നതിന് മുന്നേ എന്തുണ്ടെന്ന് പറഞ്ഞു, ഒരു പ്രീ റൗണ്ട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഈ പ്രീ റൗണ്ട് ട്രാൻസ്ഫോർമേഷനിൽ നടക്കുന്നത് ശരിക്കും ആഡ് റൗണ്ട് കീ എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. ഈ ആഡ് റൗണ്ട് കീ എന്ന് പറയുന്ന സ്റ്റെപ്പ് നോട്ട് ഓൺലി ഫോർ പ്രീ റൗണ്ട് ട്രാൻസ്ഫോർമേഷൻ സ്റ്റെപ്പ് ഇറ്റ് ഇസ് ദെയർ, ഓൾസോ ഫോർ ഓൾ ദ റൗണ്ട്സ് ആഡ് റൗണ്ട് കീ ഈസ് ആക്ച്വലി എ പാർട്ട് ഓഫ് ദാറ്റ് റൗണ്ട്. ആഡ് റൗണ്ട് കീ എന്ന് പറയുന്ന സ്റ്റെപ്പ് ശരിക്കും ഏതൊക്കെ റൗണ്ടുകൾ നമ്മുടെ ഈ പറയുന്ന AES-നകത്തുണ്ടോ അതിനൊക്കെ ഒരു സ്റ്റെപ്പായിട്ട് ഒരു മേജർ പോർഷൻ വഹിക്കുന്ന, ഒരു മേജർ റോള് വഹിക്കുന്ന ഒരു സ്റ്റെപ്പാണ് എന്ത്, ആഡ് റൗണ്ട് കീ. അപ്പോൾ ശ്രദ്ധിക്കുക, പ്രീ റൗണ്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിനകത്ത് ആഡ് റൗണ്ട് കീ ഉണ്ട്. ആഡ് റൗണ്ട് കീ എന്ന് പറയുന്ന ഒരൊറ്റ സ്റ്റെപ്പേ അതിനകത്തുള്ളൂ. അപ്പോൾ ഈ ആഡ് റൗണ്ട് കീ എന്ന് പറയുന്ന സ്റ്റെപ്പ് ശരിക്കും ഒരു പ്രീ റൗണ്ട് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല ആക്ട് ചെയ്യുന്നത്. അതിന് പുറമെ റൗണ്ട് 1-ലും ആഡ് റൗണ്ട് കീ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പുണ്ട്, റൗണ്ട് 2-ലും ആഡ് റൗണ്ട് കീ എന്ന് പറയുന്ന സ്റ്റെപ്പുണ്ട്. അങ്ങനെ എത്ര റൗണ്ടുകളുണ്ടോ അതിലെല്ലാം ആഡ് റൗണ്ട് കീ എന്ന് പറയുന്ന സ്റ്റെപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ക്ലിയർ. സോ ആഡ് റൗണ്ട് കീ എന്താ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ അവസാനം പറഞ്ഞു തരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സെൽഫ് നമുക്ക് ഫസ്റ്റ് റൗണ്ട് എന്താണ്, ഒരു റൗണ്ട് എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ റൗണ്ടിലും എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ടോ അതെല്ലാം സെയിം ഓപ്പറേഷൻസ് തന്നെയാണ് ചെയ്യുന്നത്. ബട്ട് ഡെഫിനറ്റ്ലി ഇവർക്ക് കിട്ടുന്ന ഇൻപുട്ടുകൾ മാറുന്നതനുസരിച്ച് അവർ കൊടുക്കുന്ന ഔട്ട്പുട്ടുകളും വേരി ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് വാട്ട് ഓൾ സ്റ്റെപ്സ് ദേ ഹാവ് ടു ഡു ഇൻ എ പർട്ടിക്കുലർ റൗണ്ട് ഇസ് എക്സാക്ട്ലി ദ സെയിം. ബട്ട് ദ തിങ് ഇസ് ദാറ്റ്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 അപ് ടു റൗണ്ട് N-1, ഇവിടെ നമ്മൾ 10 റൗണ്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ റൗണ്ട് 9 വരെ നമുക്ക് 4 സ്റ്റെപ്സാണ് ഓരോ റൗണ്ടിലുള്ളത്. ഏതൊക്കെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ്, അതിനുശേഷം ഷിഫ്റ്റ് റോ ചെയ്യും, പിന്നെ മിക്സ് കോളം ചെയ്യും, പിന്നെ ആഡ് റൗണ്ട് കീ ചെയ്യും. ഓക്കെ, പക്ഷേ റൗണ്ട് 9 വരെ മാത്രമേ ഈ 4 സ്റ്റെപ്സ് ഉള്ളൂ. റൗണ്ട് 10-ൽ ഏത് സ്റ്റെപ്പ് ഇല്ല, മിക്സ് കോളം എന്ന് പറയുന്ന സ്റ്റെപ്പ് ഇല്ല. 3 റൗണ്ട് റൗണ്ട് 10-ലുള്ളൂ. ഓക്കെ, അപ്പോൾ റൗണ്ട് 10-ൽ എന്തേ ഉള്ളൂ, സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ്, ഷിഫ്റ്റ് റോ, ആഡ് റൗണ്ട് കീ, മിക്സ് കോളം എന്ന് പറയുന്ന 3-ാമത്തെ സ്റ്റെപ്പ് ഇവിടെ ഇല്ല. ഇനി റൗണ്ട് 12, 12 റൗണ്ടുകളാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ 12-ാമത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് മിക്സ് കോളം ഉണ്ടാവില്ല. 14 റൗണ്ടുള്ള AES ആണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് 256 ബൈറ്റ് സൈസുള്ള കീ വെച്ചാണ് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ 14-ാമത്തെ റൗണ്ടിൽ മിക്സ് കോളം എന്ന് പറയുന്ന സ്റ്റെപ്പ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഓരോ റൗണ്ടിലും എന്തൊക്കെയാണ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഒരു റൗണ്ട് ചെയ്യുന്ന ജോലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് റൗണ്ട് ട്രാൻസ്ഫോർമേഷൻ ഓഫ് AES എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റൗണ്ടിൽ അത്യാവശ്യം എന്താണ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ റൗണ്ട് 1-ൽ നമ്മൾ എൻക്രിപ്ഷൻ സൈഡാണ് നോക്കുന്നത്. ഡീക്രിപ്ഷൻ സൈഡ് ഞാൻ പിന്നെ പറഞ്ഞു തരാം. അപ്പോൾ എൻക്രിപ്ഷൻ സൈഡിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു റൗണ്ടിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആഡ് റൗണ്ട് കീ ചെയ്താൽ കിട്ടുന്ന ഔട്ട്പുട്ട് ആണല്ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റിന് ഇൻപുട്ടായിട്ട് പോകുന്നത്. അപ്പം 128 ബിറ്റ് സൈസുള്ള ഇൻപുട്ട് തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ് എന്ന് പറയുന്ന സ്റ്റെപ്പിലോട്ട് ഇൻപുട്ടായിട്ട് പോകുന്നത്. അപ്പോൾ ഈ 128 ബിറ്റ് സൈസുള്ള ബിറ്റ് എങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ് എന്ന് പറയുന്ന സ്റ്റെപ്പ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി ദേ വിൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ ബൈറ്റ്സ്. ഓക്കെ, എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ടേബിളുണ്ട്. ശ്രദ്ധിക്കുക, ഇതാണ് നിങ്ങളുടെ ഇൻപുട്ട്. അതായത് നിങ്ങൾക്ക് തൊട്ട് മുന്നത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു, ആഡ് റൗണ്ട് കീ എന്ന് പറയുന്ന സ്റ്റെപ്പ് അല്ലായിരുന്നു പ്രീ റൗണ്ട് ട്രാൻസ്ഫോർമേഷനകത്ത് വരുന്നത്. അതിൻ്റെ ഔട്ട്പുട്ടല്ലേ ഈ പറയുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റിന് ഇൻപുട്ടായിട്ട് പോകുന്നത്. അപ്പോൾ ശരിക്കും ഇൻ്റർമീഡിയറ്റ് റിസൾട്ടാണ് ഇൻപുട്ടായിട്ട് പോകുന്നത്. ഈ സ്റ്റേറ്റ് അറയിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഇൻ്റർമീഡിയറ്റ് റിസൾട്ടാണ്. അപ്പോൾ ഈ പറയുന്ന അറയ്ക്കകത്ത് ഞാനൊരു പർട്ടിക്കുലർ സെല്ല് എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി എൻ്റെ കയ്യിലൊരു ബോക്സ് അല്ലെങ്കിൽ ഒരു ടേബിളുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ടേബിളുണ്ട്. ആ ടേബിളിൽ നോക്കി ഒരു പർട്ടിക്കുലർ വാല്യൂ ഞാൻ കണ്ടുപിടിക്കും. അത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച്, ഇതാണ് നിങ്ങളുടെ പ്രീവിയസ് സ്റ്റെപ്പിൽ നിന്നും കിട്ടിയ ഔട്ട്പുട്ട് എന്ന് വിചാരിക്കുക, വിച്ച് ഇസ് ഗോയിങ് ആസ് എ ഇൻപുട്ട് ദ സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ് സ്റ്റെപ്പ്. ഓക്കെ, അതായത് സ്റ്റേറ്റ് അറയിലാണ് ഇത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ നിൽക്കുവാണ്. എൻ്റെ ഫസ്റ്റ് റൗണ്ടിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ് എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. അപ്പോൾ എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ് എന്ന് പറയുന്ന സ്റ്റെപ്പിലോട്ട് പോകുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ആഡ് റൗണ്ട് കീ എന്ന് പറയുന്ന പ്രീ റൗണ്ട് ട്രാൻസ്ഫോർമേഷനിൽ നടന്ന ആഡ് റൗണ്ട് കീയിൽ നിന്ന് കിട്ടിയ ഔട്ട്പുട്ടാണ് ഇവർക്ക് ഇൻപുട്ടായിട്ട് പോകുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് വിചാരിക്കുക. ഞാൻ പറഞ്ഞു ഓരോ സെല്ലിലും 8 ബിറ്റേ ഉള്ളേ. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിയേ, A3 എന്നൊക്കെ പറയുന്ന 8 ബിറ്റാണ്. EA 8 ബിറ്റ്, A3 8 ബിറ്റ്, 5C 8 ബിറ്റ്, അതുപോലെ F0 8 ബിറ്റ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 04 എടുക്കാം. അതായത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിലുള്ള 04. ആ 04-നെ ഞാൻ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ്സ് എന്ന് പറയുന്ന സ്റ്റെപ്പ് അണ്ടർഗോ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും എന്നുള്ളത് നോക്കാം. ശ്രദ്ധിച്ചേ, ഇതാണ് നിങ്ങളുടെ എസ് ബോക്സിൻ്റെ ടേബിൾ. ഇതൊരിക്കലും നിങ്ങൾക്ക് കാണാതെ പഠിക്കാനോ മെമ്മറൈസ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ജസ്റ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ഇസ് സച്ച് എ ടേബിൾ വിച്ച് ഇസ് എക്സിസ്റ്റിംഗ് വിച്ച് ഇസ് ഹെൽപ്ഫുൾ ഫോർ യു ടു പെർഫോം ദ സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ് സ്റ്റെപ്പ് ഓഫ് ഈച്ച് റൗണ്ട്. അത്രയും മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് F0 എന്ത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളത് നോക്കേണ്ടത്. F0 അല്ലല്ലോ, 04-നെ എന്ത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളത് നോക്കാം.
ഓക്കെ 04 എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം 04 എന്ന് പറയുന്നത് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളത് നോക്കാം 04 എന്ന് പറയുന്നത് അവരെന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് F2 ആയിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോൾ 04 നോക്കിയേ 04 ശ്രദ്ധിച്ചേ എങ്ങനെ നോക്കുന്നത് 0th റോയിൽ 00 എന്ന് പറയുന്നത് 0th റോയിൽ എഫ് 4th കോളം ഓക്കെ 00 4th കോളം 04 എന്ന് പറയുന്നത് നോക്കിയേ 04 എങ്ങനെയാണ് നിങ്ങൾ നോക്കുന്നത് 00 നോക്കുക 4th കോളത്തിൽ നോക്കുക അപ്പോൾ എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് F2 ശ്രദ്ധിക്കുക റോ ആണ് പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് പിന്നെ കോളം അപ്പോൾ 0th റോ 4th കോളത്തിൽ എന്താ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് F2 ആയിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ ബാക്കിയെല്ലാം വലിയ വലിയ നമ്പേഴ്സാണ് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവത്തില്ല അതുകൊണ്ടാണ് വേണമെങ്കിൽ ഒരെണ്ണം കൂടെ നോക്കാം 83 ഈ രണ്ടാമത്തെ റോയിലെ ഫസ്റ്റ് കോളം 83 അതെന്താണെന്നുള്ളത് നോക്കാം 8ാമത്തെ റോയിലോട്ട് നിങ്ങൾ പോകണം ഓക്കെ 8ാമത്തെ റോയിലോട്ട് പോകുമ്പോൾ 3ാമത്തെ കോളം ഓക്കെ 8ാമത്തെ റോ 3ാമത്തെ കോളം 83 0 1 2 3 ഓക്കെ അപ്പം എന്തായിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഈസി കണ്ടോ ഈസി എങ്ങനെ വന്നു എന്നുള്ളത് നോക്കിയേ കണ്ടോ 8th റോ 0 1 2 3 ഈസി എന്ന് പറയുന്ന സംഭവം കിടക്കുന്നുണ്ടോ ഈസി 8ാമത്തെ റോയിൽ 3ാമത്തെ കോളം ആദ്യത്തെ കോളം 0 0 0 1 0 2 0 3 3ാമത്തെ കോളം അപ്പം 8ാമത്തെ റോ 3ാമത്തെ കോളത്തിൽ ഈസിയാണ് അപ്പം ഈസി വെച്ച് തന്നെയല്ലേ ഇവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ആണ് അല്ലേ അപ്പം 83ക്ക് പകരം ഈസി അപ്പോൾ എങ്ങനെയാണ് ഇവർ ചെയ്യാൻ പറ്റിയിരിക്കുന്നത് ഉള്ളി സിംപ്ലി ബൈ ലുക്കിംഗ് ഓൺ ടു സച്ച് എ ടേബിൾ വിച്ച് ഇസ് ഓൾറെഡി പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ടേബിളാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് കാണാൻ പഠിക്കാൻ പറ്റില്ല അപ്പോൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം ഈ ഒരു ടേബിൾ വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ് എന്ന് പറയുന്ന സ്റ്റെപ്പ് ഓരോ റൗണ്ടിലും ചെയ്യുന്നത് ഓരോ റൗണ്ടിലും അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഓരോ സെൽ ബൈ സെൽ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് അവസാനം കിട്ടിയ റിസൾട്ട് ഇതാണ് ഇനി അടുത്ത സ്റ്റെപ്പിന് ഇൻപുട്ടായിട്ട് പോകാൻ പോകുന്നത് ഇതും ഒരു സ്റ്റേറ്റ് അറിയിൽ മറ്റൊരു സ്റ്റേറ്റ് അറിയിലായിരിക്കും സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് അല്ലേ ഇൻ്റർമീഡിയറ്റ് റിസൾട്ടാണ് ഫൈനൽ റിസൾട്ട് ആയിട്ടില്ല അപ്പം ഈ ഒരു സ്റ്റെപ്പ് ഈ ഒരു ഔട്ട്പുട്ട് ഇൻ്റർമീഡിയറ്റ് ഔട്ട്പുട്ട് അടുത്ത സ്റ്റെപ്പിനോട്ട് ഇൻപുട്ടായിട്ട് പോകും അടുത്ത സ്റ്റെപ്പ് എന്താണ് ഷിഫ്റ്റ് റോ ഓക്കെ ഷിഫ്റ്റ് റോ നമുക്ക് നോക്കാം എന്താണ് ഷിഫ്റ്റ് റോ ചെയ്യുന്നതെന്നുള്ളത് ഷിഫ്റ്റ് റോ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയ ഇതാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഔട്ട്പുട്ട് അല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റിൽ നിന്നും കിട്ടിയ ഔട്ട്പുട്ട് ഇതാണ് ഷിഫ്റ്റ് റോ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി ഇതിനകത്താണ് നിങ്ങളുടെ റിസൾട്ട് ഇരിക്കുന്നതെങ്കിൽ ഇത് ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 0th റോ ആയിട്ട് കൺസിഡർ ചെയ്യാം ഫസ്റ്റ് റോ എന്ന് പറയുന്നത് രണ്ടാമത്തെ റോ ഫസ്റ്റ് റോ ആയിട്ട് കൺസിഡർ ചെയ്യാം മൂന്നാമത്തെ റോ സെക്കൻഡ് റോ ആയിട്ട് കൺസിഡർ ചെയ്യുക നാലാമത്തെ റോ തേർഡ് റോ ആയിട്ട് കൺസിഡർ ചെയ്യുക ദാറ്റ് മീൻസ് ശരിക്കും 4 റോ ഉണ്ടെങ്കിലും 0 to 3 എന്നുള്ള രീതിയിൽ നമ്പർ ചെയ്യുക 4 റോ ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിലും 0 to 3 എന്നുള്ള രീതിയിൽ നമ്പർ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചൊരു എളുപ്പമായിരിക്കും ഓക്കെ അപ്പോൾ 0th റോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 0 തവണ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്താൽ മതി ദാറ്റ് മീൻസ് ദർ ഇസ് നോ നീഡ് ഫോർ ഡൂയിങ് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ഫോർ ദ 0th റോ ഫസ്റ്റ് റോ ആണെങ്കിൽ ഒരു തവണ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യുക സെക്കൻഡ് റോ ആണെങ്കിൽ 2 തവണ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യുക തേർഡ് റൗണ്ട് ആണെങ്കിൽ 3 തവണ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യുക അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് നോക്കാം ആദ്യത്തെ റൗണ്ട് 0th റൗണ്ടായിട്ട് ഞാൻ എടുത്തു ഒരു തവണ പോലും ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യണ്ട അപ്പം അതുപോലെ തന്നെ എഴുതി വെച്ചേക്കുന്ന കണ്ടോ 87 F2 4D 97 അതുപോലെ എഴുതി വെച്ചു ഒന്നാമത്തെ റൗണ്ട് ദാറ്റ് മീൻസ് ശരിക്കും നിങ്ങളുടെ EC 6C എന്നൊക്കെ പറയുന്ന സംഭവം ഒരു തവണ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യണം അപ്പോൾ എങ്ങനെ വരും 6C 4C 90 EC ഓക്കെ പിന്നെ അടുത്ത സ്റ്റെപ്പ് അടുത്തെന്ന് പറഞ്ഞാൽ ശരിക്കും സെക്കൻഡ് റോ ആണ് അത് നിങ്ങൾ 2 തവണ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ കിട്ടിയത് കണ്ടോ 46E7 ഓക്കെ 46E7 4AC3 ഓക്കെ അപ്പോൾ അടുത്ത മൂന്നാമത്തെ റൗണ്ട് 3 തവണ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യുക അതായത് A6 BC D8 അതുപോലെ തന്നെ 95 3 തവണ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂസ് ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഷിഫ്റ്റ് റോ അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം എക്സ്പ്ലെയിൻ ദ ഷിഫ്റ്റ് റൗണ്ട് പ്രോസസ് ഓഫ് ഏസ് അൽഗോരിതം അപ്പോൾ അങ്ങനെ ഇത് വേണം എടുത്താൽ നിങ്ങൾ ഒരു എക്സാമ്പിൾ വെച്ച് വെറുതെ എന്തെങ്കിലും ഒരു ഡേറ്റ് നിങ്ങൾ കൊടുക്കുക ഓക്കെ വെറുതെ എന്തെങ്കിലും 8-bit ഡേറ്റ് ഓരോ സെല്ലും അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിൽ 128-bit ആയിട്ടുള്ളൊരു മെട്രിക്സ് പോലെ ഒരു സംഭവം കൺസ്ട്രക്ട് ചെയ്തിട്ട് ജസ്റ്റ് എക്സാമ്പിളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും തീർച്ചയായിട്ടും ഓക്കെ അപ്പം ഇതാണ് നിങ്ങളുടെ ഔട്ട്പുട്ട് ഓഫ് ദ ഷിഫ്റ്റ് റോ ഇതാണ് അടുത്ത സ്റ്റെപ്പിന് ഇൻപുട്ടായിട്ട് പോകാൻ പോകുന്നത് മിക്സ് കോളം എന്ന് പറയുന്ന സ്റ്റെപ്പിന് ഓക്കെ അപ്പോൾ മിക്സ് കോളം എന്താ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം മിക്സ് കോളത്തിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുന്നത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അപ്പം ഇതാണ് നിങ്ങളുടെ സെല്ലെന്ന് വിചാരിക്കുക ദാറ്റ് മീൻസ് ഷിഫ്റ്റ് റോയിൽ നിന്നും ഔട്ട്പുട്ടായിട്ട് കിട്ടിയ സംഭവങ്ങൾ ഈ പറയുന്ന സ്റ്റേറ്റ് അറേയിലാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കാം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ് ഇനി ചെയ്യാൻ പോകുന്നത് മിക്സ് കോളം എന്ന് പറയുന്ന സ്റ്റെപ്പിൽ
അപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു 4x4 മെട്രിക്സ് ഉണ്ടാവും. ഈ മെട്രിക്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കത്തില്ല. അറിയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളായിട്ട് കൊണ്ടുവന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റയുമായിട്ട് റിലേറ്റ് ചെയ്തതോ ആയിരിക്കത്തില്ല. ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 4x4 മെട്രിക്സ്. ഓക്കെ, ഒരു 4x4 മെട്രിക്സ് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ഡേറ്റയായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, നിങ്ങളുടെ മെസ്സേജുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. ഒരു 4x4 മെട്രിക്സ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകും. അതായത് ഇവിടുത്തെ നമ്മുടെ 4x4 മെട്രിക്സ് ആണ് 2 1 1 3. ഓക്കെ, 3 2 1 1 എന്നൊക്കെ പറയുന്ന ഒരു 4x4 മെട്രിക്സ്. ഇതുമായിട്ട് വേണം എനിക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ. ഓക്കെ, അപ്പം എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 4x4 മെട്രിക്സ് എനിക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ടുണ്ട്. ഇതിനെ ഒരു 4x1 മെട്രിക്സ് ആയിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ഒരു 4x4 ഇൻറ്റു 4x1 ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു 4x1 മെട്രിക്സ് കിട്ടും. 4x4 പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള മെട്രിക്സ് ഇൻറ്റു 4x1 നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡേറ്റ മെട്രിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ഒരു 4x1 മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 4x1 മെട്രിക്സ് എന്ത് തന്നെയാണ്? നിങ്ങൾക്കിപ്പോൾ കിട്ടിയ ഷിഫ്റ്റ് റോയിൽ നിന്നും കിട്ടിയ ഔട്ട്പുട്ട്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ് അറേയിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഷിഫ്റ്റ് റോയിൽ നിന്നും കിട്ടിയ ഔട്ട്പുട്ടിലെ ഫസ്റ്റ് കോളം മാത്രം. അതൊരു 4x1 മെട്രിക്സിലോട്ട് എടുത്ത് വെച്ചുകൂടായോ? ഫസ്റ്റ് കോളം മാത്രം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 4x1 മെട്രിക്സ് ഔട്ട്പുട്ടായിട്ട് കിട്ടും. അതായിരിക്കണം നിങ്ങളുടെ ഔട്ട്പുട്ടിലെ ഫസ്റ്റ് കോളമായിട്ട് മാറാൻ. ഓക്കെ, ഈ S'00 S'10 എന്നൊക്കെ കണ്ടില്ലേ? ഫസ്റ്റ് കോളത്തിന് ഔട്ട്പുട്ടായിട്ട് മാറി. ഇനി അതേസമയം ഇതേ സെയിം 4x4 മെട്രിക്സ് വെച്ചിട്ട് സെക്കൻഡ് കോളം എടുക്കുക. അതായത് S01 S11 S21 S31 ഒക്കെ എടുക്കുക. അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അടുത്ത 4x1 മെട്രിക്സ് കിട്ടും. അത് വേണം നിങ്ങളുടെ ഔട്ട്പുട്ടിലെ സെക്കൻഡ് കോളത്തിൽ ആൻസർ ആയിട്ട് മാറാൻ. അങ്ങനെ മൂന്നാമത്തെ കോളം നാലാമത്തെ കോളം വെച്ചിട്ട് എല്ലാം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ടിലെ മൂന്നാമത്തെയും നാലാമത്തെയും സെൽസ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വെച്ച് നമ്മുടെ മിക്സ് കോളം എന്ന് പറയുന്ന സ്റ്റെപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ മിക്സ് കോളം എവിടെയില്ല? നിങ്ങളുടെ അവസാനത്തെ റൗണ്ടിൽ ഉണ്ടാവില്ല. ഓക്കെ, ഇവിടുത്തെ കേസാണെങ്കിൽ 10ാമത്തെ റൗണ്ടിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പം മിക്സ് കോളവും മനസ്സിലായി. ഇനി നമുക്ക് ഏത് സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞു? ആഡ് റൗണ്ട് കീ. ശ്രദ്ധിക്കുക, ഈ ആഡ് റൗണ്ട് കീ എന്ന് പറയുന്ന സ്റ്റെപ്പ് എവിടെ മാത്രമല്ല ഉള്ളത്? ഈ 10 റൗണ്ടുകളിൽ മാത്രമല്ല ഉള്ളത്. ആദ്യത്തെ റൗണ്ട് തുടങ്ങുന്നതിന് മുന്നേയും ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് നിങ്ങളുടെ കിട്ടിയ ഔട്ട്പുട്ട് അസ്യൂം ചെയ്യുക, അല്ലേ? മിക്സ് കോളം ഉണ്ടെങ്കിൽ ആ മിക്സ് കോളം എന്ന് പറയുന്ന സ്റ്റെപ്പ് തരുന്ന ഔട്ട്പുട്ടാണ് അടുത്ത റൗണ്ടായ ആഡ് റൗണ്ട് കീയിൽ ഇൻപുട്ടായിട്ട് പോകുന്നത്. ഇനി പോട്ടെ, നിങ്ങൾക്ക് പ്രീ റൗണ്ട് ട്രാൻസ്ഫോർമേഷനിൽ ആഡ് റൗണ്ട് കീ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി ഫസ്റ്റ് കൊടുക്കുന്ന ഇൻപുട്ട് തന്നെയാണ് ആഡ് റൗണ്ട് കീ എന്ന് പറയുന്ന അവിടുത്തെ കേസിൽ ഇൻപുട്ടായിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ പറയുന്നത് റൗണ്ട് 1ലെ കാര്യമാണ്. അപ്പോൾ റൗണ്ട് 1ൻ്റെ കേസിൽ ശ്രദ്ധിച്ചേ ഒന്ന്. റൗണ്ട് 1ൻ്റെ കേസിൽ റൗണ്ട് 1ൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ റൗണ്ട് 1ൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ മിക്സ് കോളം ചെയ്താൽ എന്ത് കിട്ടും? ആ ഔട്ട്പുട്ടാണ് ആഡ് റൗണ്ട് കീക്ക് ഇൻപുട്ടായിട്ട് പോകുന്നത്. ഓക്കെ, അതേസമയം ഈ പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പിൽ ആഡ് റൗണ്ട് കീ പ്രീ റൗണ്ട് ട്രാൻസ്ഫോർമേഷൻ റൗണ്ടെല്ലാം തുടങ്ങുന്നതിന് മുന്നേ ഒരു ആഡ് റൗണ്ട് കീ ഉണ്ട്. ഈ ആഡ് റൗണ്ട് കീയിലോട്ട് പോകുന്ന ഇൻപുട്ട് എന്താണ്? നിങ്ങൾ ഡയറക്റ്റ്ലി കൊടുക്കുന്ന 128 ബിറ്റ് സൈസുള്ള ഒരു പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ്. അതായത് ആ ഇൻപുട്ട് അറയിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ആ 128 ബിറ്റ് സൈസുള്ള പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കും ഈ ആഡ് റൗണ്ട് കീയിൽ ഇൻപുട്ടായിട്ട് പോകുന്നത്. അപ്പം എന്ത് ഇൻപുട്ട് വരുന്നു അതല്ല പ്രശ്നം. ഇതിനകത്ത് എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്, അതാണ് നമുക്ക് വിവരിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയാനുള്ളത്? നമ്മൾ റൗണ്ട് 1ലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ആഡ് റൗണ്ട് കീയിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെയും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബേസിക് ഓപ്പറേഷനാണ് നടക്കുന്നത്. ഇതാണ് നിങ്ങൾക്ക് മിക്സ് കോളത്തിൽ നിന്നും കിട്ടിയ ഔട്ട്പുട്ട് അസ്യൂം ചെയ്യുക. അല്ലെങ്കിൽ പോട്ടെ, ഫസ്റ്റ് റൗണ്ട് ആയിരുന്നുവെങ്കിൽ ശരിക്കും കിട്ടുന്ന ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിൻ്റെ ഇൻപുട്ടാണെന്ന് വിചാരിക്കുക. എന്തായാലും ഒരു 128 ബിറ്റ് സൈസുള്ള ഇതുപോലെ റോയും കോളൊക്കെ ഉള്ള രീതിയിലായിരിക്കും ഇവർ ഡിഫൈൻ ചെയ്യുന്ന ഒരു അറേയുടെ രൂപത്തിൽ. ഇവരെ നമ്മൾ എന്ത് ചെയ്യും? XOR ഓപ്പറേഷൻ ചെയ്യും. അതായത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ആഡ് റൗണ്ട് കീ എന്ന് പറയുന്ന സ്റ്റെപ്പ് മാത്രമേ എന്ത് ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ? കീ ഓപ്പറേഷനുമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. കീ നമ്മൾ 44 നമ്പർ ഓഫ് സബ് കീസ് ജനറേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു അല്ലേ? ഈ 44 നമ്പർ ഓഫ് സബ് കീസ്. ഓക്കെ, അതിൽ 4 സബ് കീസാണ് നമ്മൾ ഓരോ റൗണ്ടിനും കൊടുക്കുന്നത്. ആഡ് റൗണ്ട് കീ എന്ന് പറയുന്ന സ്റ്റെപ്പ് മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ് കീസ് യൂട്ടിലൈസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റോ ഷിഫ്റ്റ് റോയോ മിക്സ് കോളോ ഈ പറയുന്ന ഒരു സ്റ്റെപ്പ് പോലും സബ് കീ എന്ന് പറയുന്ന കാര്യം യൂസ് ചെയ്തിട്ടില്ല. കീയുടെ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടല്ല അവരുടെ ഓപ്പറേഷൻ ചെയ്തത്. ആഡ് റൗണ്ട് കീ എന്ന് പറയുന്ന സ്റ്റെപ്പ് മാത്രമേ എന്ത് യൂസ് ചെയ്യുന്നുള്ളൂ? ഈ കീയുടെ കൺസെപ്റ്റ് യൂസ് ചെയ്ത് അവരുടെ ഓപ്പറേഷൻ ചെയ്യുന്നുള്ളൂ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൗണ്ടിൽ നമ്മൾ 4 കീ കൊടുക്കുന്നു, 4 സബ് കീ കൊടുക്കുന്നു എന്നതിൻ്റെ മീനിങ് എന്താണ്? ആ റൗണ്ടിലെ ആഡ് റൗണ്ട് കീ എന്ന് പറയുന്ന സ്റ്റെപ്പാണ് ശരിക്കും ഈ പറയുന്ന കീ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 4 സബ് കീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ സബ് കീയുടെയും സൈസ് 32 ബിറ്റാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിനെ വേർഡിൻ്റെ രൂപത്തിലാണ് നമ്മൾ എഴുതുന്നത്. എക്സ്പാൻഡഡ് കീ ഫോർമാറ്റിലാണ് നമ്മൾ എഴുതുന്നത്.
ഓക്കെ, അപ്പം അതായത് WI I-1 I-2 അങ്ങനെ ആ രീതിയിലായിരിക്കും നമ്മൾ. ദാറ്റ് മീൻസ് ഓരോ വേർഡും 32 ബിറ്റാണ്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്ത ഫോമാറ്റിലോട്ട് നമ്മൾ അങ്ങ് എഴുതും. അതായത് ഒരു കോളത്തിനകത്ത് 32 ബിറ്റ് ആയിട്ടുള്ള ഒരു വേർഡ്, രണ്ടാമത്തെ കോളത്തിൽ 32 ബിറ്റ് ആയിട്ടുള്ള, അതായത് അതാണ് 4 സബ് കീ ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായോ? അപ്പം ഇത് ഒരു റൗണ്ടിൽ നടക്കുന്ന ആഡ് റൗണ്ട് കീയുടെ ഓപ്പറേഷനാണ് ഈ പറയുന്നത്. അപ്പം 4 സബ് കീ ഞാൻ കൊടുക്കുന്നു. ഓരോ സബ് കീയുടെയും സൈസ് എന്താണ്? ഒരു വേർഡ് സൈസാണ്, അതായത് 32 ബിറ്റ് സൈസാണ്. നമ്മൾ എന്ത് ചെയ്യും? നമുക്കിപ്പോൾ കിട്ടിയ ഇൻപുട്ട് അവരുമായിട്ട് എക്സോർ ചെയ്യും. എങ്ങനെയാണ് ചെയ്യുന്നത്? എൻ്റെ ഫസ്റ്റ് കോളം ഇങ്ങോട്ട് എടുക്കും. S00 S01 S00 S10 S20 S30 എന്ന് പറയുന്ന ഫസ്റ്റ് കോളം മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 32 ബിറ്റ് കിട്ടത്തില്ലേ? ആ 32 ബിറ്റ് ഡേറ്റയും WI എന്ന് പറയുന്ന ആ 32 ബിറ്റ് ഡേറ്റയും കൂടെ എക്സോർ ചെയ്യും. അന്നേരം കിട്ടുന്ന റിസൾട്ട് നമ്മളെ പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഔട്ട്പുട്ട് അറയിലോട്ട് കൊടുക്കും. ഓക്കെ, ഔട്ട്പുട്ട് അറയിലെ ഫസ്റ്റ് കോളം ഫില്ല് ചെയ്യാൻ കൊടുക്കും. അടുത്ത രണ്ടാമത്തെ സെൽ, നമ്മുടെ ഇൻപുട്ടിലെ രണ്ടാമത്തെ കോളംസ് മൊത്തത്തിലെടുക്കും. 32 ബിറ്റാണ്. അവർ സെക്കൻഡ് വേർഡുമായിട്ട് എക്സോർ ചെയ്യും. നമ്മുടെ ഔട്ട്പുട്ട് അറയിലെ സെക്കൻഡ് കോളംസ് ഫില്ല് ചെയ്യാനുള്ള വേർഡായിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മൂന്നാമത്തെയും നാലാമത്തെയും എക്സോർ ഓപ്പറേഷൻ ചെയ്തിട്ട് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് അറയിലെ മൂന്നാമത്തെയും നാലാമത്തെയും കോളംസ് ഫില്ല് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഫൈനലി നമുക്കൊരു ഔട്ട്പുട്ട് അറേ ആയിരിക്കും കിട്ടുന്നത്. കാരണം ആഡ് റൗണ്ട് കീ ആയിരുന്നല്ലോ നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പ് അല്ലേ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ആഡ് റൗണ്ട് കീ ആണ്. നമുക്ക് എൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. എന്താ സംഭവം കണ്ടോ? ആഡ് റൗണ്ട് കീ കഴിഞ്ഞാൽ നമുക്ക് അന്നേരം കിട്ടുന്നത് എന്താണ്? 128 ബിറ്റ് സൈസുള്ള സിഫർ ടെക്സ്റ്റ് ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, കണ്ടോ? നമ്മൾ ഓരോ ആഡ് റൗണ്ട് കീയിൽ മാത്രമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഈ പറയുന്ന വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുള്ള ഡേറ്റ കൊടുക്കുന്നത്, നമ്മുടെ കീ കൊടുക്കുന്നത് 4 കീസ് നമ്മൾ എപ്പോൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ? ഈ ആഡ് റൗണ്ട് കീ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ മാത്രമേ ഓരോ റൗണ്ടിലും കൊടുക്കുന്നുള്ളൂ. കണ്ടോ കീ കൊടുക്കുന്നത്? ഓക്കെ, അപ്പോൾ W0,3 എന്ന് വെച്ചാൽ എന്താണ്? ആദ്യത്തെ നമുക്ക് 44 സബ് കീസ് നമ്മൾ ഈ എൻ്റെ പ്രോസസ്സിന് യൂസ് ചെയ്യുന്നത്. അതിൽ 0, 1, 2, 3 ആദ്യത്തെ 4 വേർഡ്. ഓക്കെ, ആദ്യത്തെ 4 സബ് കീസ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ആഡ് റൗണ്ട് കീയിൽ കൊടുക്കുന്നു. പിന്നെ ആദ്യത്തെ റൗണ്ട് തുടങ്ങുമ്പോൾ 4 to 7 4, 5, 6, 7 എന്ന് പറയുന്ന 4 സബ് കീസ് കൊടുക്കുന്നു. സെക്കൻഡ് റൗണ്ടിൽ 8, 9, 10, 11 അതുവരെയുള്ള സബ് കീ കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു പോകുമ്പോൾ അവസാനത്തെ റൗണ്ടിൽ 40, 41, 42, 43 40, 41, 42, 43 എന്ന് പറയുന്ന അവസാനത്തെ 44 സബ് കീസല്ലേ നമ്മുടെ 10 റൗണ്ടിലേക്ക് വേണ്ടത്. അപ്പോൾ 40, 41, 42, 43 എന്ന് പറയുന്ന 4 സബ് കീസ് അവസാനത്തെ റൗണ്ടിൽ ആഡ് റൗണ്ട് കീ എന്ന് പറയുന്ന സ്റ്റെപ്പിന് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എൻ്റയർ പ്രോസസ്സ് ഓഫ് എൻക്രിപ്ഷൻ ചെയ്യുന്നത്. ഡീക്രിപ്ഷൻ എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇത് കേട്ടതിന് ശേഷം വീണ്ടും കേട്ട് നോക്കുക. ഇത് കൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലതുപോലെ പഠിക്കാവുന്നതേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഡീക്രിപ്ഷൻ സൈഡ് പറഞ്ഞു തരാം. ഓക്കെ.